അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണ്, ഒന്ന് പുറത്തുനിന്ന് കറങ്ങാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇതാ പപ്പ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ കൊല്ലത്ത് പപ്പാടെ ഒരു കൂട്ടുകാരനുണ്ട്. നമ്മൾ അവരുടെ വിവാഹത്തിൽ, അവരുടെ മക്കളുടെ വിവാഹത്തിലൊക്കെ പങ്കെടുക്കുകയും വീഡിയോ ഇടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണേ. അപ്പോൾ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അതൊരു കണ്ടൽക്കാടൊക്കെ നിറഞ്ഞ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് കൊല്ലത്ത് ചെന്ന് അവരുമായിട്ട് ഒന്നിച്ച് പോകാനാണ്. ഉമ്മച്ചാണ്ട്, സുനിയുണ്ട്, മക്കള് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞപ്പനൊക്കെ തയ്യാറായി റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ സാനിക്കുട്ടന് പിള്ളേര് സംഘങ്ങളെല്ലാം ഒരുങ്ങിതാ റെഡിയായി നിൽക്കുന്നു. അപ്പൊ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ഒരു കണ്ടൽക്കാടൊക്കെയുള്ള നിങ്ങളിൽ പലരും പോയിട്ടുള്ളതൊക്കെയാണ്. നമ്മളിതുവരെ ഇത്ര അടുത്തായിട്ടും നമ്മളിതുവരെ പോയിട്ട്. അപ്പോൾ കൊല്ലത്ത് ചെന്നിട്ട് നമ്മളെല്ലാവരും കൂടി പോകാനാണ്. നമ്മുടെ ചിയപ്പൊന്ന് വേണ്ടേ, ഇവിടെ ചിയപ്പൊന്ന് ഉമ്മച്ചായിയൊക്കെ ദാ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങാൻ പോവാണ്. റുക്കമ്മ, പപ്പ എല്ലാ ലൈറ്റുകളും ഒക്കെ ഓഫാക്കി നടക്കുന്നു. അമ്മ ഉമ്മച്ചാടെ ഗുളികയാണോ? എല്ലാം പിള്ളേരൊന്നു കുഴച്ചു വാരി റെഡിയാക്കിയിട്ടിരിക്കുക. ഉമ്മച്ചാടെ വെള്ളവേ ഉമ്മ കുടിക്കാൻ ഇരിക്കുന്നിടത്ത് താഴെയായിട്ട് വെച്ചേരാം ഫ്ലാസ്ക്. രണ്ട് കുപ്പി ബാഗിലും ഇരിപ്പുണ്ട്. അച്ഛ ഈ ക്രോക്സ് ആണോ മോനെ എടുത്ത്? അത് മതി. ഇതില് ഫ്രണ്ടില് സുലുക്കി അതിനുണ്ട് ചെരുപ്പുണ്ടോ അവിടെ? ഈ വണ്ടി ഇപ്പൊ ആരും ഓടിച്ചോണ്ട് പോവും? കുട്ടിപ്പട്ടാളങ്ങളെ നമ്മൾ ഇതിന്റെ അകത്ത് തട്ടിയിട്ട്. സുലു ഉണ്ടാക്കുന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. സുലു തണ്ട വണ്ടി തിരിച്ചോണ്ട് വരുന്നു. ഞങ്ങൾ താണ്ട എല്ലാവരും കൂടെ കായംകുളത്ത് ഉസുമാൻകുട്ടിക്കടെ കടയിൽ കയറി. അടിപൊളി ബീഫാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മളിതാ തട്ടിയതാ. മച്ച ഉണ്ട് കൊണ്ട് എന്താ വീണതാണോ? എന്താ അതിരസവോ അത്? ഇത് സംഭവം അതെ. എന്താ ഇവിടെ കേക്ക് മടക്കല്ല, ഇത് ഊത്തപ്പം എന്ന് പറയും കേട്ടോ ഈ സംഭവം. ഇതെന്തോ സംഭവം? അല്ല ഇത് ബോളിയോ? അല്ല വേറെ എന്തോ. സുലിക്കുട്ട ഇതിന്റെ പേരെന്തുവാടാ? ഇതോ പൊറോട്ട പോലെ വറുത്ത് വെച്ചിരിക്കുന്നു.
ഇത് പൊറോട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ബോളിയാണെന്ന് കേട്ടോ. പൊറോട്ട വറുത്തിട്ട് പഞ്ചസാര പാനിയൊക്കെ ഒഴിച്ചു വെച്ചിരിക്കും. അത് അങ്ങനെ നിന്നെടുക്കാൻ പറ്റത്തില്ല. അതൊരു പുതിയ അറിവ് കേട്ടോ. ഇവിടെ ഇതാണ് നമ്മുടെ ഉസ്മാൻകുട്ടിക്കാണ് കട. ഇവിടെ ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ. ബീഫ് കറിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. നമ്മുടെ ഉസ്മാൻകുട്ടിക്കാണ് കടയിലെ ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വന്ന് കഴിക്കും. ഇത് കണ്ടോ, ഇത് മട്ടനാന്ന് തോന്നുന്നു. ഇത് മട്ടനാണോ? ബീഫ് കുറുമ. ഇത് ബീഫ് കുറുമ, ഇത് ബീഫ് കറി. ഇത് ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ. ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരുന്നതാണ്. ഇത് ചിക്കൻ കുറുമ അടിപൊളിയാണ്. നമ്മുടെ പത്തിരിക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. ഇതെന്തോ മോനെ? കിഴങ്ങ് വെജിറ്റബിൾ കറി കണ്ടോ. ഇത് മുട്ടക്കറി. ഇതിന്റെയൊക്കെ മസാല ഉണ്ടല്ലോ അടിപൊളി. ഏതാണ്ട് കണ്ടോ പൊറോട്ട ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ മറ്റവരെ അവിടെ ഇരുന്നു. മോൻ കയറിക്കോടാ. ചിക്കു കഴിക്കെങ്ങനുണ്ട്? ഞങ്ങള് ബീഫ് കുറുമയും വാങ്ങിച്ചിട്ടുണ്ട്, ബീഫ് കറിയും വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടും സൂപ്പർ. ഇതിന്റെ മണമുണ്ടല്ലോ അപാരമാണ്. പൊന്നെ ഒരടുക്കാണ്. അതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊള്ളാം കേട്ടോ. അപ്പം ഞങ്ങളിതാ പുലുക്കുട്ടൻ പൊറോട്ടയും ബീഫ് കുറുമയും ഉണ്ട്, ബീഫ് കറിയും ഉണ്ട് കേട്ടോ. എനിക്ക് തേങ്ങാപ്പാൽ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു. ഒരു 10 എണ്ണമെങ്കിലും കൊണ്ട് ഒറോട്ടി കേട്ടോ. മോനെ ഞങ്ങൾ കായംകുളമാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. കുഞ്ഞിന് വല്ലതും കൊടുത്ത് ഉരുക്കി റെഡിയാക്കി ചെയ്തു. ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ വിളിക്കാമെന്ന് പുലിക്കുട്ടൻ പറഞ്ഞു കേട്ടോ. എല്ലാരും കഴിച്ചു. സിയ എന്താ ഒരു ഭാഗം കഴിക്കാതെ നിൽക്കുക. മതി ബാപ്പ വാങ്ങിച്ചു. എവിടെ ചിക്കപ്പം കൈ കഴുകി വരുന്നുണ്ട്. എന്തോന്നുണ്ട് തുടക്കി അറിഞ്ഞോണ്ട് ചെയ്ത ടിഷ്യൂ എടുത്ത് തുടച്ചിട്ട് പോവന്നെ. പാപ്പാപ്പ അതോ കൈ കഴുകാൻ നിൽക്കുന്നു. ആച്ചി പല്ലും കുത്തി വരുന്നുണ്ട്. ബീഫ് തിന്നിട്ട് പല്ലും കുത്തി വരുന്നുണ്ടോ? സയാമൈസ് ഇരട്ടകള് കൈ കഴുകാൻ പോവാ. ഇവിടെ വാ. പിന്നെ അറിയാൻ പോവാ. എന്തോ പറയാനാ. കാറ് ഇഞ്ഞു പോര്. യോ മാക്കനുണ്ട്. വേണ്ട ഈ ചിച്ചിയാ കൈ ഇഞ്ഞു പോര്. ഇങ്ങോട്ട് വരാന് എറിയണ്ട. ഷനുപ്പ കഴിച്ചോ പൊന്ന? എന്റെ ചീയപ്പൊന്ന് വരുന്നു. ഫുഡ് കഴിച്ചോ പൊന്ന? കൊള്ളായിരുന്നോ? ശാലുക്കുട്ടൻ ആച്ചി അത് കളയാച്ചി. പോ വണ്ടിക്ക് അത് കയറിക്കോ. പൊക്കോ. ദോണ്ട കല്ലെടുത്ത് ദോണ്ട എറിയുന്നെന്ന്. ശാലുമോളും ഉമ്മച്ചാക്ക് ഗുളിക കൊടുക്കുകയാണ്.
ശൈലമ്മ പ്രാണിക്കുടിയുടെ അപ്പുറത്തെ വല്ല സ്ഥലം എനിക്ക് അവിടെ വരുന്നു. ആമിയെ വിളിക്കാം. ആമി ഓച്ചറയില്ല. ആമിയെ കൂടെ വിളിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുണ്ടേ. അപ്പൊ ആച്ചിക്ക് പിന്നെ ആമിയുടെ കൂടെ തന്നെ ഇരിക്കണം. ഇടും ഏണ്ട നമ്മൾ ആമിക്കുട്ടനെ ഇവിടെ വന്ന് എന്തേ ആമിക്കുട്ട എന്റെ സിൻഡ്രല്ലായെ കൊണ്ടുവരാൻ വന്ന ചിന്നക്കുട്ടോ. ചിന്നമ്മ വരുന്നില്ല, ചിന്നമ്മക്ക് വയ്യ. ബാബു ഇനി കേറി. ആമി എന്തോ അങ്ങനെ തന്നെ വേണോടി, ഞങ്ങള് പോയിട്ട് വരുവാടി. കൊട ഇതിലോട്ട് വരുത്താര മോനെ. ആമി ഇന്നാടെ മടിവാ. അതെ ആപ്പിളും പേരക്കായുവാ. മാസ്ക് വെച്ചിട്ടുണ്ട്, തൊപ്പിയും മോനെ ഒരു ജോഡി ഡ്രസ് വെച്ചോ. ഒരു ജോഡി ഡ്രസ്സും തോർത്തും വെച്ചു. ഓക്കെ താങ്ക് യു. അടിയിലിടുന്ന ഓക്കെ ഈ ഡ്രസ് ഇട്ടാ മതി അവക്ക്. മതി ഓക്കെ. നനഞ്ഞാല് ഒരു സെക്കൻഡ്, നനഞ്ഞാല് കവർ അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് മാറ്റാൻ. ഓക്കെ ചേച്ചി വരുന്നില്ലല്ലോ. ചൂടിനുള്ള മരുന്നും വെച്ചിട്ടുണ്ട്. ശരി വരുന്നോ? തലവില്ല മടങ്ങി. അതെ പക്ഷേ അതീ സ്ഥലമുണ്ട്. ചിന്നുകുട്ട എടി തങ്കുവേ പാൽക്കുപ്പി എവിടെ ഇരിക്കുന്നുണ്ടേ. നേരം മോനെ വണ്ടി തിരിക്കുവാ, കയറ്റി വരുന്ന. ഹലോ വണ്ടി തിരിക്കുവാ. ആമിക്കുട്ടൻ നമ്മൾ അങ്ങോട്ടല്ലേ മോനെ, അങ്ങോട്ടല്ലേടാ പോണ്ടത്. ആമിക്കുട്ട ആച്ചി ആമിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടി വഴക്കിട്ടിട്ട് കയറിയിരിക്കുക. സനൂസിയായും കുഞ്ഞപ്പനും മറ്റേ വണ്ടിയില്ല. ആമിയുടെ കൂടെ കളിക്കണം. ഇവന് നേരത്തെ ബുക്ക് ചെയ്ത് കയറിയിരിക്കും. ബുക്കിങ്ങാ തമ്മി അടിയായിരുന്നു. കേറിയപ്പോഴേ ആമിക്ക് വേണ്ടി 4 പേരും കൂടെ അടിയാ. ആമിക്കൂട്ടോ സിൻഡ്രല്ല ഇനാടാ സിൻഡ്രല്ല എന്നോടാ. ആമിക്കുട്ടം കൊണ്ടുവന്ന ആപ്പിളും പേരക്കയും ഒക്കെ എല്ലാവരും കഴിച്ചു. അങ്ങനെ നമ്മൾ കൊല്ലത്ത് ഉണ്ണികൃഷ്ണൻ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലിയാണ്, പപ്പാടെ കൂട്ടുകാരനാണ്, അവിടെ എത്തി. അങ്ങനെ വേണ്ട നമ്മുടെ പെണ്ണ് കാണൽ ചടങ്ങ് ഇവിടെ നടക്കുമോ. ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ വീട്ടിൽ വന്ന് കുഞ്ഞപ്പൻ നല്ല ഉറക്കം. അവനെ കൊണ്ടുവന്ന് ഇതിന്റെ അകത്തോട്ട് കിടത്തി. ഇവിടെ വന്ന് ഇവരെ കൂടെ കൂട്ടി നമ്മൾ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രിയ നമ്മൾ വീഡിയോക്കകത്ത് കണ്ടിട്ടുള്ളതല്ലേ, ഇവരുടെ മോടെ ഒക്കെ വിവാഹത്തിന്റെ നിശ്ചയത്തിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാ. സനിപ്പുട്ടാ ഇരിക്കു പോന്നെ അവിടെ. ഇതെന്തോ നാരങ്ങ വെള്ളമാണോ മോളെ? നമ്മുടെ ആച്ചിക്കുട്ടൻ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയായിരുന്നേ. പൂജാമുറിയാ കണ്ട ആച്ചി. അതെല്ലാം ഇതെന്തൊക്കെയാണെന്നെല്ലാം അങ്ങോട്ട് അകത്തോട്ട് കയറണ്ട മോനെ. എല്ലാം വിശദമായിട്ട് അങ്കിളിൻ്റെ അടുക്ക ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങോട്ട് അങ്ങോട്ട് കയറരുത് മോനെ. അത് പൂജാമുറിയാ, നമ്മൾ കയറരുത്. നിന്റെ പൊന്നുമോനെ ഇടിച്ചോ പോട്ടട പൊന്ന. കണ്ട കൊല്ലത്താണ് നമ്മുടെ മോനെ. അത് ഉണ്ണിക്കണ്ണൻ കണ്ട, ഉണ്ണിക്കണ്ണനാ അത് കണ്ട. ശ്രീകൃഷ്ണൻ കുഞ്ഞുണ്ണി, അതുകൊണ്ട് ആ ഫോട്ടോ കണ്ട. മറ്റത് അനന്തശയനമാണ്, ഇതുകൊണ്ട് കണ്ട. അയ്യപ്പൻ വേണ്ടത് ആ പീഠത്തിലിരിക്കുന്നല്ലേ, അത് അയ്യപ്പനാണ്. അവിടുന്ന് രണ്ടാമത്തത് അയ്യപ്പനാണ്. മറ്റത് മഹാലക്ഷ്മിയാണ്, ഭദ്രകാളി. ഇതുകൊണ്ട് അത് ചിത്രളങ്ങര അമ്മയാണെന്ന് തോന്നാ അത്. പിന്നെ ഗണപതി ഏത് അത് പിന്നെ ദേവിയാ മോനെ, ദേവി. ഒരുപാട് ദേവികളുണ്ട്. അങ്ങനെയാണ്.
ഇത് ചെട്ടുളങ്ങര അമ്മയല്ലേ? ചെട്ടുളങ്ങര അമ്മയല്ലേ ഇവിടുന്ന് ശ്രീകൃഷ്ണന്റെ പുറകിൽ ഇരിക്കുന്നത്? ഭദ്രകാളി. ഭദ്രകാളി അത് ഇപ്പുറത്തത് അല്ലല്ല, അത് ശ്രീകൃഷ്ണൻ കുറെ ഇരിക്കുന്നത് വെങ്കടചലപതി. ആ കറുപ്പ് കളറില് ആണല്ലേ? തമിഴ്നാട്ടിലെ ആന്ധ്രയിലെ. അത് ശരി. മറ്റേ സരസ്വതി ദേവി അല്ലേ? സരസ്വതി ദേവി. അയ്യപ്പൻ, മഹാവിഷ്ണു. ഇത് മഹാവിഷ്ണു. അനന്തശയനം. അനന്തശയനം മഹാവിഷ്ണു. അത് തന്നെ. ഇതെന്താ മോനെ സുലിക്കുട്ട? പ്രിയയുടെ അമ്മയാ. അയ്യോ, ഞാൻ അന്ന് ബോധം കെട്ട് വീണപ്പോ എന്നെ താങ്ങിയെടുത്ത ആളാ. അയ്യോ വാവാ, അത് കൊള്ളാലോ. ഉമ്മ ഉണ്ട്, ഉമ്മച്ച ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അയ്യോ, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമായിരിക്കും. മോ ഉമ്മച്ചാ. അമ്മയാ, പ്രിയയുടെ അമ്മയാ. കൂട്ട് കിട്ടിയല്ല വേണ്ടതേ ഉമ്മ. എന്റെ ഉമ്മച്ചായ. അയ്യോ, നിങ്ങളും കൂടെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. പിന്നെ എല്ലാരെയും കാണുകയും ചെയ്യാമല്ലോ. ഉമ്മാക്കും ഒരാൾ കൂട്ടില്ലാതിരിക്കുമായിരുന്നു. എന്തുവാ ഇവിടെ? ഞാൻ പരിഹരിച്ചു തരാം. അപ്പൊ നമ്മൾ ഇവരെല്ലാവരുമായിട്ട് ഒന്നിച്ച് ബോട്ട് ചട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ജങ്കാറിൽ നമ്മൾ അപ്പുറത്തിറങ്ങിയിട്ട് മൺട്രോത്തുരുത്ത് കറങ്ങാൻ പോവാം. നമ്മുടെ ബോട്ട് വന്ന് നിന്ന് ജങ്കാർ, അതിൻ്റെ അകത്തുനിന്ന് വണ്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പൊ ഇതുപോലെ ടൂ വീലറും 4 വീലറും ഒക്കെ ഇറക്കുന്നുണ്ട്. ജങ്കാർ. ആ കാറ് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. കണ്ട, അവരാ വണ്ടി ഇറക്കാനുള്ള. ആമി മക്കളെ പിടിച്ചോണേ, പിള്ളേരെ. ഓ വേണ്ട, ആ കാർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിന്റെ ആ ഇത് പിടിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത്? ഇച്ചിരി കൂടെ നീക്കണം. ആ വീല് തിരിച്ചു കൊടുത്താൽ മതി, ഓടിച്ചാൽ മതി. ഇങ്ങോട്ട് മാറിക്കൂടെ, മനുഷ്യന്റെ കാര്യമാണ്. വലിയ വണ്ടിക്ക് അത് ഇച്ചിരി കൂടെ അടുത്ത വണ്ടി ഇറക്കുന്നുണ്ടോ? ഇനി നമ്മുടെ വണ്ടി ഇതുപോലെ കയറ്റണം. തമ്പുരാനെ. അങ്ങനെ നമ്മള് സാമ്പ്രാണിക്കൊടിയിലേക്ക് പോവുകയാണ് അല്ലേ? മൺട്രോത്തുരുത്തല്ലേ? ഓക്കെ. നമ്മൾ വന്ന നമ്മുടെ പ്രിയയുടെയൊക്കെ വണ്ടിയാ മോനി. ശാലു, അതിന്റെ പേര് ശാലു ആണല്ലേ? നമ്മുടെ 3 വണ്ടി കയറി പോയി ഇതിൻ്റെ അകത്ത്.
ഇല്ലേ? അതൊക്കെ കയറിക്കോ കുഞ്ഞ്. ഞങ്ങൾ പറയുമായിരുന്നേ അവനെല്ലാം പഠിക്കട്ടെ, ഒന്നും പേടിക്കാതെ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോൻ്റെ പേരും ശാലു എന്നാണ് കേട്ടോ. ശാലു ആണ് ആ വണ്ടി എടുക്കുന്നത്. നമ്മുടെ ചിക്കു, സുലുക്കുട്ടന് എല്ലാവരും കൊണ്ട് വരുന്നുണ്ട്. കയറിക്കോ, നിങ്ങൾ കയറിക്കോ. എൻ്റെ ചിക്കപ്പനാണ് അടുത്തത്. ഉമ്മച്ച അതിൻ്റെ അകത്തിരിക്കുക. ഉമ്മായും ചിക്കും കൂടെ ദാ പോകുന്നു. അള്ളാഹുവേ നിന്റെ കാവലേ. ആ ഒരാളുണ്ട്. എൻ്റെ പൊന്നുമോനെ, അള്ളാഹുവേ നിന്റെ കാവലേ, എൻ്റെ കരളായ പൊന്നുമോനെ. മാഷാ അല്ലാഹ്. ആദ്യമായിട്ടാ എൻ്റെ പൊന്ന്. ആ പോക്ക് കണ്ടപ്പോ പച്ചതും കൊണ്ടങ്ങ് പോകുമെന്ന് വിചാരിച്ചു. ഇനി എന്റെ സുലിക്കുട്ടം വരുവാ. എന്റെ പൊന്നെ, അവരൊക്കെ വരുന്നതേ ഉള്ളൂ. അവരെ ഇറക്കി, ഞങ്ങളെയൊക്കെ ഇവിടെ ഇറക്കിയിട്ട് വണ്ടി മാത്രം ആദ്യം. ചിക്കപ്പൻ ഒരു കേട്ടോ കയറി കേട്ടോ. നമ്മുടെ വണ്ടി കയറാനുള്ള ഒരുക്കവാ. ഇത് മൺട്രോത്തുരുത്തിലേക്ക് പോവാ നമ്മൾ ആദ്യം കേട്ടോ. കേറി കേറി അപ്പാടെ വണ്ടി കയറി. ആ അതോ മോന്റെ ശാലു ആദ്യം കയറ്റി, അത് കഴിഞ്ഞിട്ട് സുലു. എടാ ആച്ചി, എൻ്റെ പൊന്നു എൻ്റെ സുലുക്കുട്ടനായത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പോട്ടെ 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 മോനെ, പതുക്കെ പതുക്കെ പതുക്കെ. നിന്റെ കാവലേ. മതി മതി. എനിക്ക് പേടിയോ. കേറുമ്മി. അങ്ങനെ ഞങ്ങള് മൺട്രോത്തുരുത്തിലേക്ക് പോവുകയാണ്. അല്ലെ, മൺട്രോത്തുരുത്തിലല്ലേ അത്? മൺട്രോത്തുരുത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. വണ്ടിയായിട്ട് അവരെല്ലാവരും ചങ്ങാടത്ത്. സുലു, റുക്കു, ചിക്കപ്പന്, അവരും വരും മോനെ, അവരും ഇതിലുണ്ട്. വേണ്ടതേ അമ്മേ. എന്റെ സുലുക്കുട്ടൻ, എന്റെ ചിക്കപ്പൻ. പ്രിയ മോളെന്തിയേ? ശാലുക്കുട്ടാ വേണ്ട. അപ്പൊ നമ്മളിതാ ചിക്കുവിന്റെ ചിക്കു ഒരു കയറ്റം കയറിയപ്പോ ഞങ്ങൾ വിചാരിച്ചില്ല വണ്ടിയായിട്ടൊക്കെ പോകുന്നു. അയ്യോ, മോനെ നമ്മള് ബോട്ടിൽ ഇങ്ങനെ പോവുകയാണ് കുട്ടികളെ, പോവുകയാണ്. നിങ്ങളും എൻ്റെ ഒപ്പം വരുവാണ്. കണ്ടോ പാല പെരുമണ്ണാണിത്. പണ്ട് പെരുമൺ ദുരന്തമൊക്കെ നടന്നില്ലേ, ആ ഒരു ഏരിയയാണിത്. കണ്ടോ, ട്രെയിൻ അഷ്ടമുടി കായലാണിത് കേട്ടോ. ഭയങ്കര ആഴമുള്ള കായലാണ്. रुको सिया सिया ഉമ്മായും ചിക്കും എൻ്റെ വണ്ടിക്കകത്തുണ്ട്. അവരിതിൽ തന്നെ ഇരുന്ന് നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ.
നല്ല പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ചൂടറിയുന്നില്ല. പക്ഷെ അറിയാമല്ലോ, ഈ യാത്രയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കരിക്കലത്തിൽ ഇറങ്ങിയ പോലെ ഇരിക്കും. മൺട്രോത്തുരുത്ത് പെരുമണ്ണല്ലേ, പെരുമണ്ണ്. നമ്മുടെ വണ്ടിയും ഈ വണ്ടിയും ആ വണ്ടിയും എല്ലാം എങ്ങനെയുണ്ട്? നല്ല സുഖമില്ലയോ? അറിയുന്ന പോലും ഇല്ല ഇല്ലയോ? നമ്മളങ്ങോട്ട് പോവുകയാണ് കുട്ടികളെ. വണ്ടിക്കകത്ത മറ്റൊരു വള്ളവും കൂടെ വെച്ച് കെട്ടിട്ട് 2-3 വള്ളമാണ്. ഇത് കണ്ടോ, ഇതിലാണ് ഈ ഇത് കൊണ്ടുപോകുന്നത്. കണ്ടോ, നമ്മളിതാ ഇത്രയും പിന്നെ വെയിറ്റുള്ള ഇപ്പൊ ഇതിപ്പോ 3 കാറും കുറേ വണ്ടികൾ മൺട്രോത്തുരുത്തില്ല. അതെ, ആദ്യം മൺട്രോയിലാ പോകുന്നത്. ഇങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിറയെ മരങ്ങള്, ശീലാന്തിയും തെങ്ങും എല്ലാം ഉള്ള ഇഷ്ടംപോലെ ആൾക്കാർ താമസമുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെയാണല്ലേ പെരുമൺ ദുരന്തം. അങ്ങ് കാണുന്ന ആ പാലത്തിലാണ് പണ്ട് പെരുമൺ ദുരന്തം നടന്നില്ലേ? ട്രെയിൻ മറിഞ്ഞ് ബോഗികൾ ഇതിനകത്തേക്ക് മറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ ജീവൻ അപഹരിച്ച പെരുമൺ ദുരന്തം നടന്ന സ്ഥലമാണിത്. ചിങ്കിരിമണിയേ, ഉമ്മയൊന്ന് കന്നോട്ടേടി നിന്റെ മടിയില്. ഉമ്മയൊന്ന് നിന്റെ മടിക്ക് എന്നോട്ടേടി. ആര് കുടിച്ചോ മനേച്ചിരി? ഒന്നുമില്ല വയറ്റില് ആണോ? വണ്ടികൾ ഇറക്കാൻ പോവുകയാണ്. ഉമ്മച്ചായും ചിക്കപ്പനും ജങ്കാറിൻ്റെ അകത്ത് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ശാലു എന്നാണ് അതിൻ്റെ പേര്, ഉണ്ണികൃഷ്ണൻ പുള്ളിയുടെ മോൻ്റെ. അപ്പോൾ അവരും അങ്ങോട്ട്, അദ്ദേഹമാണ് ആദ്യം വണ്ടി ഇറക്കുന്നത്. ഓളം അടിക്കുന്നുണ്ടോ? ഓളം ഇല്ല, എൻ്റെ സുലുക്കുട്ടൻ വണ്ടി ഇറക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ചങ്ങാടത്തിൽ കൂടെ വണ്ടി ഇറക്കുന്നത് കാണുമ്പോൾ ശരീരം വിറയ്ക്കുമായിരുന്നു. ഇത് താഴെ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. ഓനെ ഇങ്ങോട്ട് മാറി. നില്ല അത് ഇറക്കട്ടെ, ഇറക്കിയിട്ട് അത് നടന്നാ പോകുന്നത്. വാഹുവേ നിന്റെ കാവലേ, നിന്റെ കാവലേ. നീ ഇറങ്ങിക്കോടി.
വെയിലും കൊണ്ട് മുട്ടയിട്ട് മൺട്രോത്തുരുത്തി പോവുക. റിസോർട്ടിന്റെ പണി ഇങ്ങനെ നടക്കുക. കണ്ടൽക്കാടുകളാ. മൺട്രോത്തുരുത്ത് വള്ളം വള്ളത്തേൽ ആളുകൾ വരുന്ന കണ്ടോ? സുലു ഇരിക്കുന്നത് പോലെ ഒരു ചെറുക്കൻ അതിലിരിക്കുന്നു ഇല്ലയോ? സുലുക്കുട്ടൻ ഇരിക്കുന്ന പോലെ മലയായിട്ട് വീശാനങ്ങോട്ട് പോയതാ. കണ്ടൽ കാടുകൾ 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 കണ്ടൽ കാടുകൾ. തൊപ്പിയൊക്കെ ഉണ്ടടി സുനി. തൊപ്പി വേണേ പിള്ളേർക്ക് ഓരോന്ന് മേടിക്കായിരുന്നു. എനിക്കുണ്ട് തരാം. അబ్బേ ഇത്രയും നല്ല സ്ഥലം വിട്ടിട്ടാണല്ലോ ഗോവായിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാര്. വൈകിപ്പോയി. അതെ, നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വൈകിപ്പോയി. കൊച്ചിനെ കൂടെ വിളിക്കേണ്ടതായിരുന്നു. ഉള്ളിലൊരു നഷ്ടബോധം ഉണ്ട്, ഞങ്ങളത് കാണുന്നുണ്ട് ആ മുഖത്ത്. എങ്ങനെ നമ്മളോട് അല്ല പ്രിയ, എങ്ങനെ നമ്മളോട് ഇത് പറയുമെന്ന് ചൊല്ലി പുള്ളി ഇരിക്കുകയായിരുന്നു. അവിടെ വെച്ചൊന്ന് പറഞ്ഞിരുന്നേ ഞങ്ങൾ അതിന് അവസരം ഒരുക്കി തരത്തില്ലായിരുന്നോ? ആ പയ്യന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ആ പെണ്ണിനെ കൂടി നമുക്ക് കൂട്ടാമായിരുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് അപ്പുറത്തിറങ്ങിയിട്ട് മേടിച്ചു തരാം കേട്ടോ. വെള്ളം വേണോ? ചിയാപ്പിന് വേണോ വെള്ളം? ചിക്കു ഷൂ ഊരിയിട്ട് നമ്മള് വെള്ളത്തിൽ ഇറങ്ങുമോ? അത് തുരുത്തിന് വെള്ളത്തിൽ നമ്മൾ ഇറങ്ങത്തില്ലേ? അത് കണ്ടൽക്കാട്. അത് ശരി. നമ്മള് ഈ ബോട്ടിൽ കൂടെ തന്നെയാണോ പോകുന്നത്? വെള്ളത്തിൽ നമ്മൾ ഇറങ്ങണ്ടല്ലോ. അത് സാമ്പ്രാണിക്കൊടി ചെന്ന് പാടിയേ. അത് വൈകിട്ട് ഞാനാണെങ്കിൽ ഇരുന്നോളാം. എനിക്ക് സാമ്പ്രാണി വെള്ളത്തിലിറങ്ങാം. ഉമ്മായും അമ്മയും കൂടെ എവിടാന്ന് വെച്ചാ ഞങ്ങൾ പോയതാണ്. വരുന്നില്ലെന്ന് പറഞ്ഞൊക്കെ പിടിച്ചു. വെള്ളം വേണം. വെള്ളം ഇവിടെ വരെ വെള്ളം. അത് കുഴപ്പമില്ല. അല്ല ചൂടുവെള്ളം വേണമെങ്കിൽ തരാം. ചൂട് ഫ്ലാസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. പുള്ളിയുടെയാണോ ഈ ബോട്ട്? മതിയോ? ഇവിടെ വന്നിട്ട് വിളിക്കാനോ? ആ പേർക്കൊക്കെ എന്റെ മോള് പറയാ 1 ലക്ഷം കൂടെ എടുക്കണ്ടായിരുന്നു. അവരെ അഭിനടിച്ചു. അവരമ്പിലടിച്ചു കാണും. ആര് പറയുന്നു? ഞങ്ങള് ചിരിച്ച് തല കറയുമായിരുന്നു. അപ്പൊ നമ്മള് ഈ ബോട്ടില് നമ്മള് മൺട്രോത്തുരുത്ത് മൊത്തം ഒന്ന് കറങ്ങാൻ പോവാണേ. കേറിക്കോ, പതുക്കെ കേറിക്കോ. സുനി അവിടെ ഉണ്ടല്ലോ. സുനി അപ്പതാ നമ്മളിത് തുടങ്ങി. ഞാൻ 21 റിട്ടയർഡ്. അത് കഴിഞ്ഞ് അവൻ റിട്ടയർഡ്. ബോട്ടിൽ കയറാനായിട്ട് തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ് ആൾക്കാർ. കണ്ടോ? ഇവരെയൊക്കെ നല്ല പരിചയം ഉണ്ടല്ലോ, എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ട്. റെഡിയാണോ? പിന്നെന്ത് വേണം? എന്റെ പൊന്നി കഷ്ടപടി. പപ്പായും കൂടെ ഉണ്ട്. ഒരുത്തി പറയുന്ന പപ്പായും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരുത്തി പറയുന്ന അവിടെ മമ്മ വന്നില്ലല്ലോ, മമ്മായും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
അങ്ങനെയൊന്നും അറിയത്തില്ല. ഹായ് ഹായ് മൊണ്ണ. നമ്മുടെ താടിപ്പപ്പ കയറി, നമ്മുടെ റുക്കുവിന്റെ ഉണ്ണിക്കണ്ണൻ ചേട്ടൻ കയറി. എല്ലാരും അപ്പുറത്തെ സൈഡിലാണല്ലോ വെയിറ്റ് കൂടുതല്. അപ്പൊ ഞങ്ങള് മൺട്രോത്തുരുത്തൊന്ന് ചുറ്റി കാണാനായിട്ട് പോവുകയാണ്. ഈ പുള്ളിയാണ് നമ്മുടെ സ്രാങ്ക്. അതെ, വാ കേറിക്കോ. ആണോ? അത് ശരി. നമ്മള് ജോലിക്കാരനല്ലയോ? അതെ. അപ്പതാ ഞങ്ങള് പ്രിയ ഇങ്ങോട്ട് നോക്കടാ. അപ്പതേ ഞങ്ങള് പോവാൻ തയ്യാറായി പോവുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹരമായ മൺട്രോത്തുരുത്തിലേക്ക് ഞങ്ങള് പോവുകയാണ്. ഞങ്ങള് ഫാമിലി എല്ലാരും ഉണ്ട്. കണ്ട, ഞങ്ങള് പായ്പാട്ടുകാര്. ഇതുകൊണ്ട് വള്ളംകളിയുടെ വള്ളമാണില്ല കിടക്കുന്നത്. കണ്ടോ, ദാ കണ്ടോ. ഈ വള്ളത്തിന്റെ പേരെന്തുവാ? കല്ലട ചുണ്ടനാണ് ഈ കിടക്കുന്നത്. കണ്ടോ, വാവ്, എന്താ നീളം. ഞങ്ങളുടെ കാരിച്ചാച്ചുണ്ടനും പായ്പാടനും വലിയ ദിവാഞ്ചിയും എന്തുവാ ആനാരി ചുണ്ടനും ഒക്കെ ഇതുപോലെയാണ്. വള്ളംകളിയുടെ നാട്ടിൽ നിന്നും വന്നതാണ് നമ്മളും. 5 മിനിറ്റ് ഞാൻ മാത്രം നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞായിരുന്നു. എല്ലാരും പറഞ്ഞു നമുക്ക് ഇപ്പോഴാണ് സമയം. എത്ര നാള് കൊണ്ട് ചിക്കപ്പ എനിക്കറിയില്ല. ഉമ്മച്ചാ 5 മിനിറ്റ് വരുമോ കേട്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല. നയന മനോഹരമായ മൺട്രോത്തുരുത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെയായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടൽക്കാടിൽ പോയിട്ട് കണ്ടൽ മരത്തിലൊക്കെ കയറി കുരങ്ങുകളെ പോലെ എല്ലാ എണ്ണവും തകർക്കുന്ന വീഡിയോ ആണ് ഈ വരുന്നത്. മൺട്രോത്തുരുത്തിലെ മറ്റ് വിശേഷങ്ങളുമായി മറക്കാൻ പറ്റാത്ത കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.